26/11 മുംബൈ ഭീകരാക്രമണ ദിനത്തിൻ്റെ ചുരുക്കം അങ്ങനെയാണ്. അതിൻ്റെ മുഖ്യ ആസൂത്രകനായ തഹാവൂർ റാണ അമേരിക്കയിലായിരുന്നു. അയാളെ ഇന്ത്യക്ക് വിട്ടു തരാൻ അമേരിക്ക തീരുമാനിക്കുകയാണ്. അവിടുത്തെ കോടതി വിധി വന്നു. സത്യത്തിൽ ഇതിനുവേണ്ടി നമ്മൾ കുറേ കാലമായി ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നയതന്ത്ര വിജയം കൂടിയാണ്. പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം ഈ കോടതി ഉത്തരവ് വരുമ്പോൾ അത് ശരിക്കും ഇന്ത്യ ഒരു നരേന്ദ്രമോദി സർക്കാർ നേടിയ ഒരു നയതന്ത്ര വിജയം കൂടിയാണ്. അപ്പോൾ വേണമെങ്കിൽ ചിലരൊക്കെ പറയുന്ന പോലെ അത് മോദിക്ക് എന്ത് പങ്ക്, അത് കോടതി വിധിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ വഴിതെറ്റിക്കാൻ വേണം ശ്രമിക്കാം. പക്ഷേ വസ്തുത അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു താല്പര്യം, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണ കേസിലെ പ്രതിയെ അമേരിക്കയിൽ പോയി ഒളിച്ചാലും നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള നമ്മുടെ ഒരു ശാഠ്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ രാജ്യത്തോട് ചെയ്ത വലിയ ഒരു ക്രൈമിലെ ടെറർ ആക്ടിവിറ്റിയെ നടത്തിയ ആളെ നമുക്ക് വിചാരണ നടത്തി ശിക്ഷിക്കാൻ. സത്യത്തിൽ വിചാരണയൊന്നുമല്ല, ഇവൻ്റെ മണ്ടയ്ക്ക് ഒരു ഉണ്ട കയറ്റി കൊല്ലുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം അത് അനുവദിക്കാത്തതുകൊണ്ട് വിചാരണയ്ക്കെങ്കിലും വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യം ഇപ്പോൾ സാധിക്കുകയാണ്. അപ്പോൾ ഈ തഹാവൂർ റാണയെ ഒരുപക്ഷെ ഇപ്പോഴത്തെ ആളുകളൊക്കെ മറന്നിട്ടുണ്ടാവാം. അപ്പോൾ നമുക്ക് ഇയാളെക്കുറിച്ചൊന്ന് സംസാരിച്ചു പോയാം. ഇയാളുടെ പേര് തഹാവൂർ ഹുസൈൻ റാണ. ഹുസൈൻ ഉണ്ടല്ലേ? ഉണ്ട് ഇടയ്ക്ക്. അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് മുഴുവൻ പേര് നമ്മൾ പറയുന്നത്. തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ് ഹുസൈനെ എടുത്ത് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ തഹാവൂർ ഹുസൈൻ റാണ പാകിസ്ഥാനിൽ ജനിച്ചിട്ട് പിന്നീട് കാനഡയിലെ പൗരനായ ആളാണ്. കാനഡയിൽ പൗരനായ ശേഷം അമേരിക്കയിൽ വന്നിട്ടൊരു ട്രാവൽ ഏജൻസി എന്ന് പറയാം നടത്തുന്നുണ്ട്. അതൊരു ലഷ്കർ-എ തൈബയുടെ ഒരു ഫ്രണ്ട് മാത്രമാണ് ഈ ഏജൻസി എന്നൊക്കെ പറയുന്നത്. ഒരു പണിയെടുത്തിട്ട് വേണമല്ലോ ഇരിക്കാൻ, വേറെ പല ഐഡന്റിറ്റി വേണം. ഇയാളാണ് ഈ ഡേവിഡ് ഹെഡ്ലിയെ മറ്റേ മുംബൈ ആക്രമണത്തിന് വേണ്ടി സ്ഥല നിരീക്ഷണത്തിനും ബാക്കി കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് മുംബൈയിലേക്ക് അയക്കുന്നത്. അതിനുള്ള ട്രാവൽ ഡോക്യുമെൻസും ഒക്കെ ഇയാളാണ് ശരിയാക്കി കൊടുക്കുന്നത്. ഇവർ രണ്ടുപേരും, ഇയാൾ ഡോക്ടറാണ്, തഹൂർ ഹുസൈൻ റാണ. ഇവർ രണ്ടുപേരും കേഡറ്റ് കോളേജിൽ പഠിച്ചതാണ് ഇസ്ലാമാബാദിൽ. രണ്ടുപേരും ഒന്നിച്ച് ഈ പട്ടാളത്തിൽ അതിലേക്കൊക്കെ എടുക്കുമ്പോഴുള്ള പഠനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഒന്നിച്ച് അവർ പഠിച്ചവരാണ്. പണ്ട് തൊട്ട് തന്നെ അവർക്ക് പരിചയമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കാര്യത്തിൽ തന്നെ മറ്റേ ഈ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയായിട്ടുള്ള പിതാവ്, അവിടുന്നുള്ള അമ്മ, അവർ തമ്മിലുള്ള ബന്ധം ശരിയാകാതെ പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് അമേരിക്കയ്ക്ക് പോവുക. ഇയാൾ ലഷ്കർ-എ തൈബയുടെ റോൾസിൽ ചെന്നുപെടുക, ഹെഡ്ലി. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടത്താനായിട്ട് ലഷ്കർ-എ തൈബ നിയോഗിക്കുക. നമുക്ക് ശരിക്കും രണ്ടുപേരെ ഇവിടെ വേണ്ടതാണ്. ഈ സാധാരണഗതിയിൽ അവർക്ക് ചില കേസുകൾ അവിടെ ഇപ്പോൾ അവിടെ ശിക്ഷിച്ചിട്ട് നമുക്ക് തരാതിരിക്കുമല്ലോ. ആ സംഗതിയാണ് രണ്ടുപേരെയും. ഹെഡ്ലിയെ നമ്മൾ പോയി ഷിക്കാഗോയിൽ ജയിലിൽ പോയി നമ്മുടെ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. കേരള കേഡറിൽ നിന്നുള്ള ഒരു IPS ബെഹ്റ ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് ബെഹ്റ അവകാശപ്പെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി വേറെ വേർഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇയാളുടെ കേസിൽ ഇയാളൊരു ഡച്ച് പത്രസ്ഥാപനത്തിന് ഈ പ്രവാചകനെതിരെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കേസിലൊക്കെയാണ് അവിടെ പെട്ടിട്ടത്. അപ്പോൾ ഈ ബൈഡൻ ഉള്ളപ്പോൾ തന്നെ ഏതാണ്ട് ഇതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ പൂർത്തിയായിരുന്നു. നമ്മൾ അങ്ങോട്ട് തെളിവ് കൊടുത്തു. ഈ കോടതിയല്ലേ തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഉത്തരം അവിടെയാണ് വരുന്നത്. കാരണം തെളിവ് നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ രാഷ്ട്രീയ ഇച്ഛ. അതെ അതാണ്. അല്ല, ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് നമ്മൾ യൂണിയൻ കാർബൈഡ് ദുരന്തത്തിൻ്റെ വാർഷികമായിരുന്നു. അതിലെ പ്രതി ആൻഡേഴ്സൺ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇന്ത്യ വിട്ടുപോയി. ഇന്ന് വരെ നമുക്ക് കിട്ടിയിട്ടില്ല. കേന്ദ്ര സർക്കാർ, അതിനുശേഷം നരസിംഹറാവു വരെയുള്ള കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാർ, കേന്ദ്ര സർക്കാരുകൾ ഒരു കീറക്കടലാസിൻ്റെ പണിയെടുത്തിട്ടില്ല. ഒരു പണിയെടുത്തില്ല എന്ന് മാത്രമല്ല, നമ്മളന്ന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മൾ വിമാനമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഇയാൾ വീട്ടുതടങ്കലിലാവുമ്പോൾ ആ മുറിയിൽ ഫോണും ഒക്കെ വെച്ചു. രാജകീയമായിട്ടാണ് അയാൾ ഇവിടുന്ന് നാട് കടത്തിയത്. നെഹ്റു ജയിലിൽ കിടന്ന പോലെ. നെഹ്റു ജയിലിൽ കിടന്നത് ആനന്ദഭവൻ ജയിലാക്കി മാറ്റിയിട്ടല്ലേ? അല്ലേ, ആൻഡേഴ്സണ് വിട്ടുകൊടുക്കുമ്പോൾ
രാജീവ് ഗാന്ധിയുടെ ഒരു ബാല്യകാല സുഹൃത്ത് 35 കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് അവിടെ ജയിലിൽ കിടക്കും. അയാളെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം കൈമാറ്റമായിരുന്നു. അങ്ങനെ ആ കൈമാറ്റം കുറച്ചും കൂടി വൈകി. പിന്നെയും 1.5 കൊല്ലം എടുത്തു. മറ്റേ പുള്ളി മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ ഈ നെഹ്റുവിന്റെ ഒക്കെ സുഹൃത്തിന്റെ മകൻ ആണ് അവർക്ക് വിട്ട് കിട്ടിയത്. അത് വെച്ച് നോക്കുമ്പോഴാണ് ഇത് അമേരിക്കൻ കോടതിയല്ലേ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എടുത്ത് കണക്കിലിടാൻ നമുക്ക് തോന്നുക. എക്സാക്ട്ലി. കാരണം അമേരിക്കയ്ക്ക് വിട്ടുതരേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇയാൾ ജയിലിൽ കിടക്കുക, ആൾ ഇവിടെ കിടക്കട്ടെ എന്ന് അമേരിക്ക. അല്ല, ഇതുമായിട്ട് നാളെ ഈ പറഞ്ഞ പ്രതിപക്ഷം രാഹുൽ ഗാന്ധിയൊക്കെ വരും. അതിനിപ്പോൾ എന്ത് മോദിക്ക് എന്ത് വിജയം? അമേരിക്കൻ കോടതിയല്ലേ വിട്ടത് എന്ന ചോദ്യമായിട്ട് വരും ഇവിടെ. അപ്പം മുംബൈ സ്ഫോടന കേസിൽ ഇയാളുടെ പങ്കിന്റെ തെളിവുകൾ മുഴുവൻ നമ്മൾ അങ്ങോട്ട് കൊടുത്തു. അത്രയും ശേഖരിച്ച് അവരെ ബോധ്യപ്പെടുത്തിയല്ലോ. അതൊരു രാഷ്ട്രീയച്ചയുടെ ഭാഗമാണ്. നമുക്ക് വിട്ടുകിട്ടണം എന്നുള്ളത്. അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വിട്ടുകിട്ടുന്നതൊക്കെ അസാധാരണമാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇയാൾ 1997 ഈ പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോറിൽ ജോലി ചെയ്തിരുന്ന താവൂർ ഹുസൈൻ റാണ അവിടെ ഡോക്ടറാണ്, പക്ഷെ സർവീസിലിരിക്കുമ്പോൾ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ആ ഏറ്റവും താഴെയുള്ള പട്ടാളത്തിൽ താഴെയുള്ള പോസ്റ്റാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. നേവിയിൽ അത് ഉയർന്ന പോസ്റ്റുമാണ്. അപ്പോൾ ക്യാപ്റ്റൻ കഴിഞ്ഞിട്ടാണ് ഈ കേണൽ, മേജർ എന്നൊക്കെ പറഞ്ഞ് വരുന്നതൊക്കെ. അപ്പോൾ ഇയാൾ ആർമി മെഡിക്കൽ കോറിലായിരുന്ന ഇയാൾ പിന്നീട് 1997 കാനഡയിലേക്ക് കുടിയേറി. റാണ അവിടെ 2001 ഇയാൾക്ക് പൗരത്വം കിട്ടി. അത് കഴിഞ്ഞ് ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ട് അമേരിക്കയിലാണ് ഇതൊക്കെ ലഷ്കർ-എ തൈബയുടെ ഓപ്പറേഷൻസാണ്. ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ഥാപനം ഉണ്ടാക്കുന്നത്. കൺസൾട്ടൻസി, ഈ ട്രാവൽ പരിപാടികൾ, വിസ എടുത്തു കൊടുപ്പ്, ഇതൊക്കെയാണ് പരിപാടി. ഒരു മറയാണിതൊക്കെ. അല്ലെങ്കിൽ ഇയാൾക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ പോരെ. ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറൻറ്റോ ഇത്തരം സ്ഥലങ്ങളിൽ ഇയാൾക്ക് ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ കച്ചവട സ്ഥാപനം വെച്ചിട്ട് ഇതൊരു ലഷ്കർ-എ തൈബയുടെ ഫ്രണ്ട് ഓർഗനൈസേഷൻ ആയിരുന്നു എന്നുള്ളത് നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അമേരിക്കയുടെ മുമ്പിൽ. അല്ലെങ്കിൽ അവിടുത്തെ പൗരനായിരിക്കുന്ന ഒരാളല്ലേ, വിട്ടുതരാനൊക്കെ വലിയ പ്രയാസമാണ്. റാണ ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ശരിക്കുള്ള പേര് ദാവൂദ് ഗിലാനി, പാകിസ്ഥാനിയാണ് അയാൾ. പാകിസ്ഥാനി അമേരിക്കൻ, ലഷ്കർ-എ തൈബയുടെ ഓപ്പറേറ്റീവ്, അയാളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷകർ പറയുന്നത് ഈ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ഒരു കവറാക്കി വെച്ചിട്ട് ഹെഡ്ലിയെ ഇന്ത്യയിലെ ഓപ്പറേഷനുകൾക്ക് താഹൂർ റാണ നിയോഗിച്ചു. അതാണ് കണ്ടെത്തിയതെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 26/11 മുംബൈ ആക്രമണങ്ങളിൽ താജ്മഹൽ പാലസ് ഹോട്ടൽ, ഛത്രപതി ശിവാജി ടെർമിനസ്, നരിമൻ ഹൗസിൽ ഇസ്രയേലികളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ അകത്ത് 6 അമേരിക്കക്കാർ കൊല്ലപ്പെട്ടിരുന്നു അന്ന്. അപ്പോൾ അമേരിക്കക്കാർക്കും ദുരന്തമുണ്ടായ കേസാണത്. 60 മണിക്കൂർ ആണ് നമ്മളത് ലൈവായിട്ട് കണ്ടിരുന്നല്ലേ അന്ന് ആളുകൾ പോയി ഇറങ്ങുന്നതുമൊക്കെ. 60 മണിക്കൂറിൽ 10 ടെററിസ്റ്റുകളാണ് ഉണ്ടായിരുന്നത്. 60 മണിക്കൂർ 166 പേര് കൊല്ലപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിലൊന്നാണ്. അത് കഴിഞ്ഞ് റാണ വേറെ ഭീകരാക്രമണങ്ങളിലുണ്ട്. അതാണ് നാഷണൽ ഡിഫൻസ് കോളേജ് ഡൽഹി, അത് ആക്രമിക്കാനായിട്ട് പദ്ധതി ഇട്ടിരുന്നു. മുംബൈയിലെ ചബാദ് ഹൗസ്, ഈ ജൂതന്മാരുടെ, ഇതൊക്കെ ആക്രമിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഡാനിഷ് ന്യൂസ് പേപ്പർ ജില്ലാൻസ് പോസ്റ്റൻ, അതാണ് പത്രത്തിൻ്റെ പേര്. അത് പ്രവാചകനെ പറ്റി കാർട്ടൂണുകൾ ഉണ്ടാക്കിയിരുന്നു. അത് ആ പത്രം ആ പീസ് ആക്രമിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. ആ ആക്രമണം ഇല്ലെങ്കിൽ ഷാർലി എബ്ദോ പോലെ ഒരു അങ്ങനെ നടന്നേനെ. അപ്പോൾ ഈ ഹെഡ്ലിയുമായിട്ടുള്ള ബന്ധം ഈ കേഡറ്റ് കോളേജ് മുതൽ പാകിസ്ഥാനിലെ ഹസൻ അബ്ദാൽ, ആ കോളേജിലെ ഈ സഹപാഠികളായിരുന്ന കാലം മുതലുള്ള ഇവരുടെ ബന്ധം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ആ തെളിവുകൾ വെച്ചിട്ടാണ് അവിടെ കോടതിയിൽ ഇയാൾ ഇന്ത്യയിലേക്ക് വരാതിരിക്കാനായിട്ട് അപ്പീലും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നെ ഈ കേസിൽ ഇവിടെ ശിക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഭീകരമായിരിക്കുന്നുള്ള അയാൾക്ക് ഉറപ്പാണ്. അയാളുടെ അപ്പീലും ഒക്കെ അവിടെ തള്ളി. അപ്പോൾ കോടതിയിൽ പരാജയപ്പെട്ടു. കോടതിയിൽ പരാജയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോസിക്യൂഷന് നമ്മൾ കൊടുത്ത വിവരണങ്ങൾ
ഈ കേഡറ്റ് കോളേജിൽ സഹപാഠികളായിരുന്നത് മുതൽ ഈ ഇമിഗ്രേഷൻ സർവീസ് തുടങ്ങി ഇയാളെ അയക്കുന്നത് വരെയുള്ള ഡീറ്റെയിൽസ് തപ്പി അങ്ങോട്ട് കൊടുത്തതിനെ തുടർന്നാണ് പ്രോസിക്യൂഷൻ അവിടെ ഇയാൾക്കെതിരെ അത് ഉപയോഗിക്കാൻ കഴിയുന്നത്. കോടതി ഇയാളുടെ കേസ് തള്ളുകയും ചെയ്യുന്നത്. അമേരിക്കയിൽ ഹെഡ്ലിയുടെ കൂടെയാണ് 2009 ഒക്ടോബറിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഹെഡ്ലി സഹകരിച്ചു അന്വേഷകരുമായിട്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഇയാൾ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് നിൽക്കുകയായിരുന്നു. 2011 ഇയാൾ ഈ മെറ്റീരിയൽ സപ്പോർട്ട് പല സഹായങ്ങളും LETക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഡാനിഷ് ന്യൂസ് പേപ്പർ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പിടിച്ച് ജയിലിലിട്ടത്. 2013 ജനുവരിയിൽ 14 കൊല്ലത്തേക്ക് ഇയാളെ ശിക്ഷിച്ചിരുന്നു. 2013 അത് തീർന്നിട്ടില്ല. ആ ശിക്ഷാ കാലാവധി തീരാതിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് കൈമാറാൻ. ഏതായാലും ട്രംപിൻ്റെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് ഒരു സമ്മാനം, അതാണ് റാണ. ആദ്യത്തെ സമ്മാനം മോദിക്ക് ട്രംപിൻ്റെ സമ്മാനം, റാണയുടെ തല. അതെ, ഈ തല നമ്മളിനി ജയിലിൽ സൂക്ഷിച്ച് ഇവൻ്റെ ശരീരപുഷ്ടി വരുത്തി ഇവനെ അവസാനം വെറുതെ വിടുമോ, അതോ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിലെ ഏറ്റവും കടുത്ത ശിക്ഷയായ തൂക്കുകയർ കൊടുക്കുമോ എന്ന്? അത് അങ്ങനെയായ കാര്യമാണ്. കാര്യം 166 പേരെ കൊന്ന കേസ്. അതെ, പക്ഷേ നമ്മുടെ കോടതികൾ ലിബറലാണല്ലോ. കാരണം കൊലയാളികൾ ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മനുഷ്യത്വപരമായ സമീപനം അവരോട് വേണം. അവർ മരിച്ചാൽ പോലും, അവരെ തൂക്കിയാൽ പോലും മയ്യത്ത് നമസ്കാരം നടത്താൻ ആളുള്ള നാടാണിത്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന് കണ്ടാൽ തൂക്കുകയർ കൊടുക്കാൻ പ്രയാസമായിരിക്കും. അത് നമ്മുടെ ഒരു ദുര്യോഗമാണ്. ഏതായാലും ആ തല ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.